പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാതെ പുനലൂർ ചെമ്മന്തൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള യാത്രക്കാരും ബസ് സ്റ്റാൻഡിനുള്ളിലെ കച്ചവടക്കാരുമടക്കം നിരവധി പേരാണ് ഇതുമൂലം കടുത്ത ദുരിതത്തിലായിരിക്കുന്നത്. വിഷയത്തിൽ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ പുനലൂർ നഗരസഭയിലെത്തിയാൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയാൽ ഒന്നിനോ രണ്ടിനോ ശങ്കയുണ്ടായാൽ പിടിച്ചു നിൽക്കാനായില്ലേ പബ്ലിക്കായിട്ട് ഇങ്ങനെ കാര്യം സാധിച്ച സ്ഥലം വിട്ടോണം. ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുരയുടെ അവസ്ഥയാണിത്. മാലിന്യം നിറഞ്ഞ മാറാല കയറി ഉപയോഗശൂന്യമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പിന്നെ ഇപ്പം നഗരസഭ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനലൂർ നഗരസഭയിൽ ഫണ്ടില്ല, ഇതിന് ഒരു ബാത്റൂം പണിയാനുള്ള ഫണ്ടില്ല. ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം വരുമാനമുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് വേണ്ടത് ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്യാൻ നഗരസഭ തയ്യാറല്ല. സ്ത്രീകളുടെ കാര്യമാണ് മഹാകഷ്ടം. യാത്രക്കാരായ വനിതകൾക്ക് പുറമെ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളും ഇതുമൂലം കടുത്ത ബുദ്ധിമുട്ടിലാണ്. യൂറിനറി ഇൻഫെക്ഷൻ അടക്കം പല രോഗങ്ങളും ബാധിച്ച് ജോലി ഉപേക്ഷിച്ചു പോയവർ പോലുമുണ്ട്. ഇപ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് മാക്സിമം ആരും ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ട്, പിന്നെ കൂടുതലും ഇവിടെ സ്ത്രീകൾ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കച്ചവടക്കാരുടെയും യാത്രക്കാരുടെയും ഒക്കെ പ്രതിഷേധം ശക്തമായപ്പോൾ കുറച്ച് ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയാണ് നഗരസഭാ അധികൃതർ ചെയ്തത്. ഇന്ന് അതും പൂട്ടിയിട്ടിരിക്കുന്നു. പൂട്ടില്ലാത്തവയിൽ മൂക്കുപൊത്താതെ കയറാൻ പോലും കഴിയാത്ത അവസ്ഥ. വാടക പിരിക്കാൻ കൃത്യമായെത്തുന്ന നഗരസഭാ ജീവനക്കാരോടും ജനപ്രതിനിധികളോടും യാത്രക്കാരും കച്ചവടക്കാരും പരാതി പറഞ്ഞ് മടുത്തിരിക്കുന്നു. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയാൽ ആ ശങ്ക വന്നാൽ വെളിയിടം മാത്രമാണ് ആശ്രയം. സ്ത്രീകൾക്കാണെങ്കിൽ അതിന് സാധിക്കുകയുമില്ല. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ശൗചാലയങ്ങളെങ്കിലും സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകണം. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രദീപ് അളത്തുകൊലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.